എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് തന്നെയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത് കുറച്ചൊരു സ്ക്വയർ ഷേപ്പ് വരുന്ന ഒരു ബോട്ടിലാണ്. ഏത് ബോട്ടിൽ നിങ്ങൾക്കിത് ചെയ്യാം, പക്ഷേ സ്ക്വയർ ഷേപ്പിലുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാം, എങ്കിലും കുറച്ചും കൂടെ നല്ലത് ഒന്നെങ്കിൽ ബ്ലാക്ക് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലൂ അടിക്കുക. ഞാനിവിടെ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും പേൾ കളേഴ്സാണ് അടിച്ചിട്ടുള്ളത്. പേൾ കളേഴ്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ പെയിൻറ്റ് അടിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബോട്ടിൽ പെയിൻ്റ് അടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മോൾഡിറ്റാണ്. നമ്മുടെ ഒരു വീഡിയോ കണ്ട ഒരു വ്യൂവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൾഡിറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു കേസ്. സാധാരണഗതിയിൽ ഞാനിവിടെ മോൾഡിറ്റ് എടുക്കുമ്പോൾ ഏകദേശം ഈക്വൽ, അതായത് തുല്യ അളവിൽ, നമുക്ക് 2 പാക്കറ്റിലാണ് മോൾഡിറ്റ് വരുന്നത്. അപ്പോൾ അത് രണ്ടും തുല്യ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ എക്സാക്റ്റ് അളവ് എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ അളവ് മെഷീനോ കാര്യങ്ങളോ അങ്ങനത്തെ സംഗതികളൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഏകദേശം ഈക്വൽ ആണെന്ന് തോന്നുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്ന് റോളാക്കി, അതായത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്ത് ബോട്ടിലിൽ വെച്ചിട്ട് അറ്റം രണ്ടും നമ്മളൊന്ന് നൈഫ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു ഓടക്കുഴലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഓടക്കുഴലിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഓടക്കുഴലിന് എന്തായാലും ഊട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പെൻസിൽ വെച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ടൂൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഓടക്കുഴലിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പെൻസിൽ വെച്ചിട്ട്, പെൻസിലോ പേനയോ ഷാർപ്പായിട്ടുള്ള എന്ത് സാധനം വെച്ചിട്ടും ഇതേപോലെ കുഞ്ഞിന ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹോൾ ഇടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ആ ഒരു ടൈമിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഓടക്കുഴലും ഒരു കുഞ്ഞ് മയിൽപ്പീലിയും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം നമുക്ക് ഈസി ആയിട്ട് ഓടക്കുഴലും ചെയ്തെടുക്കാൻ പറ്റും, മയിൽപ്പീലിയും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് മോൾഡിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ, അതായത് നോർമൽ ഒരു ഇലയുടെ ഷേപ്പൊക്കെ വരയ്ക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അത്രയും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു മയിൽപ്പീലിയുടെ ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മുടെ മോൾഡിറ്റ് തന്നെ വണ്ണം കുറച്ച് ആ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ പശ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം മോൾഡിറ്റ് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അത് ഒട്ടി കുപ്പിയിൽ തന്നെ ഇരുന്നോളും. ഞാൻ പിന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ടൊന്ന് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫെവിക്കോൾ വെച്ചൊന്ന് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോളാണ്. അപ്പോൾ ഇത് ഉണങ്ങിയാലും നമ്മൾ ബോട്ടിലിൽ വേറെ വൃത്തികേടൊന്നും ആവില്ല. പക്ഷെ നമ്മൾ അല്ലാതെ എന്തെങ്കിലും ഒരു മാർക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ചാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പുറത്തേക്കൊക്കെ കാണുന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വൃത്തികേടായി പോവും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ മോൾഡിറ്റ് വീതി കുറച്ച് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെക്കേഷൻ ടൈമൊക്കെയാണ്, എല്ലാവർക്കും ആവശ്യം പോലെ ഇഷ്ടം പോലെ സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. കൊച്ചു കൂട്ടുകാർക്കും വലിയ അമ്മമാർക്കായാലും എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വർക്കുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് ഏകദേശം ഒരു മയിൽപ്പീലിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും. മോൾഡിറ്റ് ഈ വളച്ചും തിരിച്ചും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മയിൽപ്പീലിയുടെ ലുക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്താ പറയുക, നമുക്ക് കറക്റ്റ് ആ മയിൽപ്പീലിയുടെ ഉള്ളിലൊക്കെ വരുന്ന ആ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് മോൾഡിറ്റ് വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മയിൽപ്പീലിയുടെ ഉള്ളിലുള്ള ആ ഒരു ചെറിയൊരു കണ്ണ് പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുമൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് ഇതിനകത്ത് പെയിൻറ് അടിക്കേണ്ടത്. നിങ്ങൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മയിൽപ്പീലിയുടെ കളറുകൾ തന്നെ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ബ്ലൂ കളർ അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബ്ലൂ കളർ എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേറെ കളേഴ്സാണ് കൊടുക്കുന്നത്.
നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നോർമൽ മയിൽപ്പീലിയുടെ കളർ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. മയിൽപ്പീലി സെറ്റ് ആയതിനു ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കണിക്കൊന്ന ഉണ്ടാക്കിയെടുക്കാം. കണിക്കൊന്ന ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പേപ്പർ വെച്ച്, അതായത് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് കണിക്കൊന്ന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൽ കണിക്കൊന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതായത് നമ്മുടെ മോൾഡിറ്റ് തന്നെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം റൗണ്ടിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നടുക്കുന്ന ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എതളിൻ്റെ ഷേപ്പ് കിട്ടും. റൗണ്ടിൽ കുഞ്ഞ് പീസ് എടുക്കുക, മോൾഡിറ്റ് ചെറിയൊരു പീസ് എടുക്കുക, കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക, എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അത് കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ വെച്ചിട്ട് നടുക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. നല്ലൊരു എതള് കിട്ടും. അതിനുശേഷം കൈ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് വേറെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് നമ്മളിത് 3 അല്ലെങ്കിൽ 4 ഇതളുകളുള്ള പൂക്കളാക്കി ഈ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. കളർ അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ ബോട്ടിലിന് പുറത്ത് വെച്ചിട്ട്, അതായത് നിങ്ങൾ ഈ റോൾ ചെയ്തൊക്കെ നമ്മുടെ മോൾഡിറ്റെല്ലാം റോൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് കളർ ചെയ്തതിന് ശേഷം ബോട്ടിലേക്ക് എടുത്ത് അറ്റാച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ ഓൾറെഡി നമ്മൾ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ പുറത്തൊന്നും ആകാത്ത രീതിയിൽ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിന്റ് അടിച്ചു കൊടുക്കുക. ഇനി അഥവാ പുറത്തെങ്ങാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ ബ്രഷാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ ആ ചെറിയ ബ്രഷ് വെച്ച് തന്നെ ആ ഒരു കളേഴ്സൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഒരു എന്താ പറയുക, കുറച്ചൊരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കളർ അടിക്കുന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കൊന്നയ്ക്ക് നമ്മൾ മഞ്ഞയും പച്ചയും ആയിട്ടുള്ള കളറുകളൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓടക്കുഴലിന് കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് നമ്മുടെ കാപ്പിപ്പൊടി കളർ, അതായത് ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തായിട്ട് ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ മയിൽപ്പീലിക്കും ഗോൾഡൻ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ ബോട്ടിലിൽ ഞാൻ അടിച്ചിരിക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഓടക്കുഴൽ നമ്മളിവിടെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആ ഫ്ലവറിന് പെയിൻ്റ് അടിച്ചപ്പോൾ പറയാനായിട്ട് വിട്ടുപോയതാണ്. നമ്മുടെ കണിക്കൊന്നയ്ക്ക് കളർ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ മുട്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ആ ഒരു പൂമ്പൊടി പോലത്തെ സംഗതി, അതിനെല്ലാത്തിനും നമ്മൾ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കളർ അടിച്ചെടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ, അതായത് നമ്മുടെ ഫ്ലവറിന് പെയിൻ്റ് ബോട്ടിലിൻ്റെ പുറത്തൊന്നും പറ്റാതിരിക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓടക്കുഴൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ഗോൾഡൻ കളറ് നമ്മുടെ മയിൽപ്പീലിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ആ ഒരു പോർഷനിൽ ഞാൻ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ആ ഗ്രീൻ കളറ് നമ്മുടെ പേൾ കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പേൾ കളേഴ്സ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ അത് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വിഷു ക്രാഫ്റ്റ്, അതായത് നമ്മുടെ വിഷു കുപ്പി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ടും കൂടെ പറയുക. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റുമാണ് എനിക്ക് ഓരോ വർക്കും ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്